കേസിൽ നീ ഒറ്റപ്പെട്ടു പോയല്ലേ? ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇ ഡി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരുടെ സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇ ഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിൽ ഉണ്ടാക്കി തന്നു. ഇവിടെ നടക്കുമ്പോൾ എല്ലാവർക്കും നമസ്കാരം. നാദർശിക പങ്കെടുത്ത മീറ്റിങ്ങിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ സമയത്തെത്തി ഇല്ലായിരുന്നു, ഞാൻ എത്തിയിരുന്നു. അതെ, പറഞ്ഞുള്ളൂ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇ ഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ. അത് ഇങ്ങനെ വന്ന് എത്തിച്ചേരും എന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇ ഡി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരുടെ സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇ ഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിൽ ഉണ്ടാക്കി തന്നു. അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പലരും സുരാജന്റെ തുടക്കകാലത്തോടുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം സഹപ്രവർത്തകരാണ്, ഏതാണ്ട് സമകാലീനരാണ്. അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു. അതൊരു വലിയ വിജയമാകട്ടെ. ഇതിൽ അണിയറയിലും മുന്നണിയിലും പിന്നണിയിലും നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് സന്തോഷങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. നമ്മൾ ആക്ച്വലി ട്രെൻഡിങ് ആണ്. കളർ ഡിഫറൻസ് ഇന്ന് ജുബയിട്ടിലെ ഈ കേസിൽ നീ ഒറ്റപ്പെട്ടു പോയല്ലേ? താങ്ക് യു. ഈ ഒരു സപ്പോർട്ടാണ് ഒരു നല്ല കൈ കൊടുക്കാം രമേശന്. താങ്ക് യു. ആൻഡ് മൂവിംഗ് ഓൺ. Thanks a lot for joining Vijay. Thank you for coming. It means a lot. And നമുക്കറിയാം കുറേ അസോസിയേഷൻസും കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ മാജിക് ഫ്രെയിംസിന്റെ ആ ഒരു ജേർണി കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് 100 ടോപ്പ് ഫിലിം അങ്ങനെ ഒരു ടച്ച് ഉണ്ട് നമുക്ക് മാജിക് ഫ്രെയിംസ് ആയിട്ട് ആൻഡ് സുരാജനായിട്ടുള്ള ആ ഒരു കോംബോ. സോ ഹൗ are you going to explain about this, your presence here this day? എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ടവരെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിൽ ഭൂരിഭാഗമുള്ളത്. അതവരുടെ ആ സന്തോഷം ഇരട്ടിയാണ്. ഞാനും സ്വരാജായിട്ട് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെലിഞ്ഞാണ് നമുക്ക് ഷൂട്ട് ചെയ്യണം ഞങ്ങളോട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം. സ്വരാജ് വന്നിട്ട് അറിയാം. സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ സിനിമയായിട്ട് വലിയ വിജയം എന്നൊക്കെ ആശംസിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് ഫംഗ്ഷൻ ആക്കിയിട്ടും ഈ സിനിമയുടെ എല്ലാ പിന്നീടുള്ളവർക്കും എൻ്റെ ആശംസകൾ സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രമായിട്ട് താങ്ക് യു. ഈ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പല പല ഫാഷനാണ് കേട്ടോ ഓരോ, അല്ലേ? ഇതിന് എന്തെങ്കിലും പ്രത്യേക കാരണം? അങ്ങനെയില്ല, ഞാൻ ഡബിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കൂടി വന്ന് വരുവാണ്. ഫാഷന്റെ ഭാഗമായിട്ടല്ല, താളം മറയ്ക്കാൻ തുണികളൊന്നും എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഇ ഡി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ടീമെടുത്ത എഫേർട്ട് പ്രേക്ഷകർ മാനിക്കട്ടെ. ഡിസംബർ 20 നടക്കുമ്പോൾ ഒരു വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒരു അഡ്വർടൈസ്മെന്റ് കേട്ടൊരു ഫീൽ ഇല്ലേ? എനിക്ക് മാത്രമാണോ തോന്നിയത്? ആ ഒരു ഡെപ്തും ആ ഒരു സന്തോഷവും. സോ വിജയ്, ഇറ്റ് മീൻസ് എ ലോട്ട്. വിജയന്റെ ആ ഒരു പ്രസൻസ് വേറെ ഒന്നും പറയാനുണ്ടെന്നോ ഇല്ല? ഓക്കെ. സോ എനിവേ, നമ്മൾ ഈ ഒരു ഓഡിയോ ലോഞ്ച് സെറമണിയിലേക്കാണ് നമുക്ക് നേരിട്ട് കടക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മൂവിയുടെ കോർ ക്രൂവിനെ എല്ലാവരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റിൻ ചേട്ടാ, സുരാജ് ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് അവർക്കും ഡയറക്ടർ Ashif, writer, also inviting നമ്മുടെ DOP Sharon Srinivas. Ankit is already here inviting. നമ്മൾ എല്ലാവരോടും പറഞ്ഞൊരു പേരാണ്. ഈ സിനിമയുടെ തുടക്കം അദ്ദേഹത്തിനായിരുന്നു പറഞ്ഞു. സന്തോഷ് എന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷ് നമ്മുടെ ലൈറ്റ് പ്രൊഡ്യൂസർ ആൻഡ് ഓൾസോ ഇൻവൈറ്റിംഗ് നമ്മുടെ